ഞാൻ ആരെയും ഇന്നുവരെ മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടില്ല, കള്ളം പറഞ്ഞിട്ടില്ല, ചതിച്ചിട്ടില്ല. കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് മാത്രം ഇത്രയധികം വേദനകൾ നൽകുന്നത്? എനിക്ക് മാത്രം എന്താണീ ലോകത്തിൽ ഇത്രയധികം ദുരിതങ്ങൾ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചുറ്റുമുള്ള കൗശലക്കാരും വഞ്ചകരും സന്തോഷിക്കുന്നത് കാണുമ്പോൾ, സത്യസന്ധമായി ജീവിക്കുന്ന നിങ്ങൾക്ക് മാത്രം പരാജയങ്ങൾ ലഭിക്കുമ്പോൾ നെഞ്ചുപൊട്ടി നിങ്ങളിങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് കേവലം ഒരു വീഡിയോ അല്ല, നിങ്ങളുടെ കണ്ണുനീരിനുള്ള ഉത്തരമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരാശി എക്കാലത്തും ചോദിച്ചിട്ടുള്ള, എന്നാൽ ഉത്തരം കിട്ടാതെ പോയ ആ ചോദ്യത്തെക്കുറിച്ചാണ്. നല്ലവർക്കു മാത്രം എന്തുകൊണ്ട് കഷ്ടപ്പാടുകൾ? ഇതിന് ആചാര്യ ചാണക്യൻ നൽകുന്ന മറുപടി ഒരുപക്ഷേ നിങ്ങളെ ഞെട്ടിച്ചേക്കാം, ചിലപ്പോൾ കരയിപ്പിച്ചേക്കാം. പക്ഷേ ആ സത്യം തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം മാറുമെന്ന് ഉറപ്പാണ്. പലരും ജീവിതത്തിൻ്റെ പകുതി വഴിയിൽ തോറ്റുപോകുന്നത് അവർക്കീ രഹസ്യം അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിപ്പോകരുത്. അത് നിങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണമായേക്കാം. മറിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അവസാനം വരെ കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഇന്നത്തെ സങ്കടങ്ങൾ നാളത്തെ സന്തോഷങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വിധിയെ മാറ്റിയെഴുതാനുള്ള ആ ചാണക്യതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭാരതം കണ്ട എക്കാലത്തെയും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ്റെ അടുക്കൽ ഒരിക്കലൊരു ശിഷ്യൻ ഇതേ ചോദ്യവുമായി എത്തി. ഗുരു, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നവർ എപ്പോഴും കഷ്ടപ്പെടുന്നു, എന്നാൽ അധർമ്മികൾ സുഖിക്കുന്നു. ഇതെന്താണിങ്ങനെ? ചാണക്യൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ കാട്ടിലേക്ക് നോക്കുക. അവിടെ മരംവെട്ടുകാരൻ ആദ്യം വെട്ടിവീഴ്ത്തുന്നത് ഏതുതരം മരങ്ങളെയാണ്? ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം ആരംഭിക്കുന്നത്. 1. നേരായ മരങ്ങൾക്കാണ് ആദ്യം കോടാലി വീഴുക. ചാണക്യനീതിയിൽ ആചാര്യൻ വ്യക്തമായി പറയുന്നു. നിങ്ങൾ കാട്ടിലേക്ക് നോക്കൂ. അവിടെ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ആരും വെട്ടാറില്ല. എന്നാൽ നേരെ ചൊവ്വെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിവീഴ്ത്തുന്നത്. ജീവിതവും ഇതുപോലെയാണ്. നിങ്ങൾ ഒരുപാട് നല്ലവനാണോ? നിങ്ങൾ എല്ലാവരോടും വിനയത്തോടു പെരുമാറുന്നവനാണോ? എങ്കിൽ ഓർക്കുക, ഈ ലോകം നിങ്ങളെ ഉപയോഗിക്കുവാൻ ശ്രമിക്കും. നല്ലവരായിരിക്കുക എന്നത് തെറ്റല്ല, പക്ഷേ അമിതമായ മര്യാദ വിഡ്ഢിത്തമാണ്. നിങ്ങളുടെ നന്മയെ മറ്റുള്ളവർ നിങ്ങളുടെ ബലഹീനതയായി കാണുന്നു. അവനൊരു പാവമാണ്, എന്തു പറഞ്ഞാലും സഹിച്ചോളും എന്ന ചിന്തയാണ് മറ്റുള്ളവരെ നിങ്ങളെ വേദനിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ചാണക്യൻ പറയുന്നു, ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് പത്തി വിടർത്തി വിഷമുണ്ടെന്ന് അഭിനയിക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾ പോലും അതിനെ കല്ലെടുത്തെറിയും. നല്ലവർക്ക് ദുരിതം വരാൻ കാരണം അവർ പലപ്പോഴും പ്രതികരിക്കുവാൻ മടിക്കുന്നു. നിങ്ങളുടെ നന്മ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനുള്ള അവസരമായി മാറാൻ അനുവദിക്കരുത്. ദുഷ്ടന്മാർക്കെതിരെ മൗനം പാലിക്കുന്ന നല്ലവൻ സ്വന്തം നാശത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്.